മൂവാറ്റുപുഴ നഗരത്തിലെ തട്ടുകടയിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ പ്രവർത്തിച്ച തട്ടുകടകൾക്ക് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കടകൾ അടച്ചുപൂട്ടിക്കുമെന്നും മുന്നറിയിപ്പ്. അബ്ദുൽ നാസർ വിവരങ്ങളുമായി ചേരുന്നു. അബ്ദുൽ നാസർ, എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ പരിശോധന? അജിൻ, കാലത്താണ് നഗരത്തിലെ തട്ടുകടയിൽ ഒരു മിന്നൽ പരിശോധന ആരോഗ്യവകുപ്പും നഗരസഭാ അധികൃതരും ഒരുമിച്ച് നടത്തിയത്. അതായത് ഇതൊരു റെഗുലർ ആയിട്ടുള്ള റൊട്ടീൻ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്. അതായത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കടകളെ നേരിട്ട് എത്തിക്കണ്ട് അവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം വീഴ്ചകൾ വരുത്തുന്നവരുടെ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നോ അല്ലെങ്കിൽ അടച്ചുപൂട്ടിക്കുമെന്നോ തന്നെ ഉള്ള ശക്തമായ താക്കീതും ഇവർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ കടകളുടെ എല്ലാം ലൈസൻസ് ഇവർ പരിശോധിച്ചിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഹെൽത്ത് കാർഡ് എന്നിവയെ കുറിച്ചുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അധികം വൈകാതെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കൂടി ഒരു ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുന്ന നഗരസഭ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചെയർപേഴ്സന്റെ വൈസ് ചെയർപേഴ്സന്റെ എല്ലാം രീതിയിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അടങ്ങിയ സംഘമാണ് ഇപ്പോ ഈ മേഖലകളിലെല്ലാം തന്നെ ഒരു മിന്നൽ പരിശോധനയുടെ ഭാഗമായിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം, ഉപയോഗിക്കുന്ന എണ്ണ, പഴകിയ മാംസങ്ങളാണോ എന്നുള്ള എല്ലാം തന്നെ. അബ്ദുൽ നാസറാണ് വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന.